പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSC പരീക്ഷ കഴിഞ്ഞു അല്ലേ? എല്ലാവരും മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരും. അത് നിങ്ങളുടെ ഫോണിലേക്കും പ്രൊഫൈലിലേക്കും വരും, അതെല്ലാം മെയിലിലേക്കും വരും. അപ്പോൾ ചില ജില്ലകളിലെ ചില സബ്ജക്റ്റുകളുടെ മെസ്സേജുകൾ വന്നു തുടങ്ങി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ വന്നത് എന്താണെന്ന് നോക്കാം. HSC ഇംഗ്ലീഷ് വയനാട് 603/2024 വയനാട് ജില്ലയിലെ HSC മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അഥവാ നിർഭാഗ്യവശാൽ ആർക്കെങ്കിലും മെസ്സേജ് വരാതിരുന്നാൽ നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് മനസ്സ് മടുപ്പിക്കാതെ ഇനി അടുത്ത അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലയോടുകൂടി പഠിച്ച് മുന്നേറണം. അതായത് നമുക്കിതൊന്നുമല്ല, ഇനിയും നമുക്ക് നല്ലത് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ടൊക്കെ നമുക്ക് മെസ്സേജ് വന്നില്ല എന്ന് ഇരുന്നാൽ തന്നെ അത് നിങ്ങളെ ഡിപ്രസ്ഡ് ആകാതെ നിങ്ങൾ ഈ പഠിച്ചതൊന്നും മറന്നു പോകാതെ മുന്നോട്ട് തന്നെ കൂടുതൽ പഠിക്കുക. LP UP എക്സാം ഇനി അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ ഒരു കാര്യമുള്ളത്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന എല്ലാവരും തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നൊന്നുമില്ല കേട്ടോ. അതായത് മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ ഇനി ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിൽ പേര് ഉണ്ടാകണം എന്നൊന്നുമില്ല. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടതുള്ളൂ. ഇനി വരാത്തവരാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അർത്ഥമാക്കണം. HSC വയനാട്ടിലെ കാര്യം പറഞ്ഞാൽ നിലവിലെ റാങ്ക് ലിസ്റ്റ് ഇനി ഒരു അധ്യയന വർഷം കൂടി ഉണ്ട്. അത് എക്സ്പയർ ആകാറായിട്ടില്ല, ഒരു വർഷം കൂടി ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ബൾക്കായിട്ട് എല്ലാവർക്കും അയക്കുന്നതായിരിക്കാം. അതൊരു ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയായിരിക്കാം, അറിയില്ല. എങ്കിൽ തന്നെയും ഒട്ടുമിക്ക ആൾക്കാർക്കും മെസ്സേജ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മെസ്സേജ് അപ്ലോഡ് വന്നു കഴിഞ്ഞാൽ 2-3 മാസത്തിനകം ഷോർട്ട് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോഴാണ് അത് ഇൻ്റർവ്യൂവിന് വരുന്നത്. ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. മറ്റ് ജില്ലകളിലൊക്കെ ഒരുവിധ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് അറിഞ്ഞു. അപ്പോൾ മിക്ക പരീക്ഷ കഴിഞ്ഞ മിക്ക സബ്ജക്റ്റുകളുടെയൊക്കെ വരും. വരാത്തവർ വിഷമിച്ച് ആകെ ഡിപ്രസ്ഡ് ആക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. വരുന്നവർ അതനുസരിച്ചിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തെടുത്ത് മുന്നോട്ടുള്ള പ്രൊസീജിയറായിട്ട് കാത്തിരിക്കുക. വരാത്തവർ നിങ്ങൾ ഇനിയും അവസരങ്ങൾ ധാരാളമുണ്ട്. ഇനി LP UP ഇനി വരാനിരിക്കുന്നുണ്ട്. അതുകൂടാതെ NCA വിജ്ഞാപനങ്ങൾ ധാരാളം വരാനുണ്ട്. അത് കൂടാതെ ഇനിയും പോകെ ധാരാളം മറ്റ് ഒഴിവുകൾ, അതായത് മറ്റ് ജോലിയുടെ ഒഴിവുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ പഠിത്തം നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുക, അപ്ഡേഷൻ കൊടുത്തു പോകുക. കറണ്ട് അഫയേഴ്സ്, പിന്നെ അതുകൂടാതെയുള്ള കുറച്ച് നിങ്ങളുടെ ലാംഗ്വേജ്, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ്, മറ്റ് സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ നല്ല തറവായിട്ട് മുന്നോട്ട് പോകുക. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു അപ്ഡേഷനുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.